ിലെ അൻസാറുകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടുപോയി. ഫജാഅത് ഉമ്മുഹു ലഈഫ. ആ ചെറുപ്പക്കാരന്റെ ഉമ്മ വളരെ ആരോഗ്യമില്ലാത്ത, കണ്ണ് കാണാൻ വയ്യാത്ത ഉമ്മ. ആ ഉമ്മയുടെ അടുക്കൽ മകൻ മരണപ്പെട്ടുപോയ വിവരമറിയുന്നു. അതാ ആ ഉമ്മയുടെ ദുആ കേട്ടോ. ദലായിലുൻ നുബുവയിൽ കാണാം. അല്പം വിശദീകരണത്തോടെ തന്നെ ഇബ്നു അബി ദുനിയ കിതാബു മൻ ആശ ബഅദൽ മൗത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അഹ്മദ് അൽ ഖർപൂത്തിയുടെ അസീദത്തു ഷഹദയാണ് ഞാൻ വായിക്കുന്നത്. 92-ാം പേജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ച അൻസാറുകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയപ്പോൾ കണ്ണ് കാണാൻ വയ്യാത്ത ഉമ്മ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഇൻ കുൻത തഅലമു അന്നി ഹാജർതു ഇലൈക വ ഇലാ നബിക. ഓ അല്ലാഹുവേ, ഞാൻ നിന്നിലേക്കും നിന്റെ ഹബീബിലേക്കും ഹിജറ ചെയ്തു വന്നത് റജാഅൻ തുഗീസനി ഫീ കുല്ലി ശിദ്ദ. എല്ലാ വിഷമത്തിലും എന്നെ സഹായിക്കാനല്ലേ അല്ലാ നിന്റെ മാർഗത്തിൽ ഞാൻ ഹിജറ ചെയ്തിട്ട് നിന്റെ ഹബീബിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിച്ചത്. ഫലാ തഹ്മിൽ അലയ്യ ഹാദിഹിൽ മുസീബ ബിഹുർമതി നബീക. മകൻ മരണപ്പെട്ട് ജനാസയുടെ കട്ടിലിൽ കിടക്കുകയാണ്, തുണി പുതച്ച് കിടക്കുന്നു. അപ്പോഴാണ് ഉമ്മാന്റെ ദുആ, പടച്ചവനെ, ഞാൻ നിന്റെയും ഹബീബിന്റെയും പ്രീതിക്ക് വേണ്ടിയല്ലേ ഹിജറ ചെയ്തു വന്നത്, എന്നെ കൈയൊഴിയാതിരിക്കാനല്ലേ ഞാൻ വന്നത്. എനിക്ക് കണ്ണ് കാണില്ലല്ലോ റബ്ബേ. ഇപ്പൊ എന്റെ മോനെ വിളിച്ചിട്ട് എനിക്ക് താങ്ങാൻ പറ്റൂല റബ്ബേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുർമത്ത് കൊണ്ട്, അവിടുത്തെയുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് എന്റെ മോനെ ഇപ്പം വിളിക്കല്ലേ റബ്ബേ. ഇപ്പൊ മോനെ ഖബറടക്കിയാൽ എനിക്ക് കഴിയൂല റബ്ബേ. അപ്പോഴതാ ദുആ അങ്ങ് കഴിയുമ്പോഴേക്ക് ഈ കുഞ്ഞ് കഫൻ പുടവ മാറ്റിക്കളഞ്ഞിട്ട് ജീവനോടെ എഴുന്നേൽക്കുന്നു. മയ്യിത്ത് കാണാൻ വന്നവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ആ റസൂലുള്ളാഹിനെ വസീലയാക്കി ജീവിക്കണം. എനിക്കും നിങ്ങൾക്കും ഒന്നുമില്ല. മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദീ. ഒരൊറ്റ സഹാബിയും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ നിസ്കാരം കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന്. ഏത് സഹാബിയാണ് പറഞ്ഞത് ഞാൻ എൻ്റെ നോമ്പ് കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന്? എല്ലാ സഹാബികളും പറഞ്ഞത് ഞങ്ങൾക്ക് നോമ്പില്ല, നിസ്കാരമില്ല, റസൂലുള്ളാഹിനെ കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്നാണ്. അപ്പോൾ ഏഴകളായ നമുക്കും നമ്മുടെ കയ്യിൽ ഫലാ തസദ്ദഖ്നാ വലാ സ്വല്ലൈനാ. ചില ആളുകൾ പറയും റബീഉൽ അവ്വൽ വരുമ്പോ മൗലിദ് ഓതണ്ട, ഇവിടെ സുന്നത്തെടുത്താ മതി എന്ന് പറയും. ഇമാം ബുഖാരി പഠിപ്പിച്ചതെന്ന് വായിച്ചു നോക്കുമോനെ, ഇമാം മുസ്ലിം പഠിപ്പിച്ചതെന്ന് വായിച്ചു നോക്കുമോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന അറാബിയുടെ ചോദ്യം, എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാള്? റസൂലുള്ളാഹി തങ്ങളുടെ തിരിച്ചുള്ള ചോദ്യം, എന്താ മോനെ കരുതി വെച്ചിട്ടുള്ളത്? അവിടുത്തെ മറുപടി ശ്രദ്ധിച്ചൊന്ന് വായിക്ക്. നബിയെ, ഞാൻ ഒരുക്കി വെച്ചിട്ടില്ല.
കസീറ സലാത്തിൻ വലാ വസിയാം. എന്റെ കയ്യിൽ നോമ്പും നിസ്കാരവും ഇല്ല നബിയേ. എന്റെ കയ്യിലുള്ളത് ഹബീബായ നബിയോടുള്ള ഇഷ്ഖ് മാത്രമാണ് നബിയേ, വേറൊന്നുമില്ല. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോയി നിസ്കരിച്ചോന്നല്ല, അന്ത മഅമൻ അഹ്ബബ്ത, നീ സ്നേഹിച്ചത് റസൂലുള്ളാഹിനെ അല്ലേ, കൂടെ സ്വർഗത്തിൽ കടക്കാം. അല്ലാഹുവേ